ഹലോ, ഞാനിന്ന് മട്ടൻ ബോട്ടി റെസിപ്പി ആയിട്ടാണ് വന്നേക്കണത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് കേട്ടോ. കുക്കർ ചൂടായതിന് ശേഷം അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് സവോള ഇട്ട് നന്നായി വഴറ്റി കൊടുക്കുക. സവോള ഇട്ട് വഴറ്റി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ നമുക്ക് അത് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സവോള ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് അതിലോട്ട് പച്ചമുളക് ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആഡ് ചെയ്ത് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറണ വരെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിന് ശേഷം നമുക്ക് അതിലോട്ട് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ മുളക് പൊടിയും ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മസാല കരിയാണ്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ബോട്ടി ഇട്ട് കൊടുക്കണം കേട്ടോ. മട്ടൻ ബോട്ടിയുടെ വലിപ്പം നിങ്ങൾക്ക് ഒന്നും കൂടെ ചെറുതാക്കാം കേട്ടോ. ഞാനിവിടെ ചെറുതാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾക്ക് മട്ടൻ ബോട്ടിയൊക്കെ എല്ലാതും മസാലയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി യോജിപ്പിച്ചിട്ട് അതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വിസിൽ വെക്കാം കേട്ടോ. എനിക്ക് ഒരു 5 to 6 വിസിൽസ് വേണ്ടി വന്നു ബോട്ടിയൊക്കെ ഒന്ന് വേവാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബോട്ടിയുടെ വേവ് അനുസരിച്ച് വിസിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഞാനൊരു 95% വേവിച്ചെടുക്കുന്നത് കേട്ടോ. നമുക്ക് വിസിൽ വെക്കാം. വിസിൽ വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത പ്രൊസീജിയറിലോട്ട് പോവാം. അപ്പോൾ വിസിലൊക്കെ വന്ന് പ്രഷർ പോയതിന് ശേഷം നമുക്കൊരു വേറൊരു ചട്ടി എടുത്തിട്ട് നമ്മുടെ വേവിച്ച് വെച്ച മട്ടൻ ബോട്ടി അതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഏകദേശം ഇതേപോലെ ഇരിക്കും. കാരണം നമ്മൾ അതിലോട്ട് കുരുമുളക് പൊടിയും ഗരം മസാലയും ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ചട്ടിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഗരം മസാലയും കുരുമുളക് പൊടിയും ആഡ് ചെയ്തിട്ട് വെള്ളം വെറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടിയും ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ കുറച്ചു നേരം കൂടി ഗ്യാസിൽ വെച്ച് നല്ലോണം ഇളക്കി വിട്ട് കഴിഞ്ഞാൽ നല്ലോണം ഡ്രൈ ആവും. നമുക്കിപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സ്റ്റേജ് ആകുമ്പോൾ ഗ്യാസ് ഓഫാക്കി അതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ലാസ്റ്റ് സ്റ്റേജ്. എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഒരു വട്ടം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്